നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്കിടെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി. പാർട്ടി വീണ്ടും ഉദിച്ചുയരുമെന്ന് പറഞ്ഞ മമത മറ്റു പാർട്ടികളിലേക്ക് പോകേണ്ടവർക്ക് പോകാനും സമ്മതം നൽകിയിരിക്കുകയാണ്. ആരൊക്കെ പോയാലും താൻ സംഘടന പുനർനിർമ്മിക്കുമെന്ന് യോഗത്തിൽ മമത നിലപാടെടുത്തു. വെള്ളിയാഴ്ച കാളിഘട്ടിലെ വസതിയിലാണ് സ്ഥാനാർത്ഥികളുമായി മമത കൂടിക്കാഴ്ച നടത്തിയത്. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി എംപിയും മമതയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു. മറ്റു പാർട്ടികളിലേക്ക് പോകാൻ ഒരുങ്ങുന്നവർക്ക് പോകാൻ, ഞാൻ പാർട്ടി പുനർനിർമ്മിക്കും. എന്നോടൊപ്പം നിൽക്കുന്നവർ തകർന്ന പാർട്ടി ഓഫീസുകൾ പുനർനിർമ്മിച്ച് പെയിന്റ് അടിച്ച് തുറക്കൂ. ആവശ്യമെങ്കിൽ അവ പെയിന്റ് അടിക്കാൻ ഞാനും വരാം. തൃണമൂൽ കോൺഗ്രസ് ഒരിക്കലും തല കുനിക്കില്ല, ജനവിധി കവരുകയാണ് ചെയ്തത്. ഇതായിരുന്നു മമതാ ബാനർജിയുടെ വാക്കുകൾ. തൃണമൂൽ കോൺഗ്രസിനുള്ളിലെ അസംതൃപ്തരായ നേതാക്കൾ കൂടുമാറിയേക്കാമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് മമത പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ചവരുമായി കൂടിക്കാഴ്ച നടത്തിയത്. പശ്ചിമ ബംഗാളിൽ തുടർച്ചയായ 3 തവണ അധികാരത്തിലിരുന്ന തൃണമൂൽ കോൺഗ്രസിനെ ഇത്തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ കനത്ത പ്രഹരമാണ് ഏറ്റത്. 293 സീറ്റുകളിൽ മത്സരിച്ച് കേവലം 80 സീറ്റുകളിൽ മാത്രം ഒതുങ്ങിപ്പോയ തൃണമൂലിന്റെ ദയനീയ അവസ്ഥയിൽ പ്രവർത്തകർ ആകെ നിരാശയിലാണ്. ഈ സാഹചര്യത്തിലാണ് മമതയുടെ ഈ മാസ് ഡയലോഗുകൾ. മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറാൻ നിൽക്കുന്നവരോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്നാണ് ദീദിയുടെ ലൈൻ. അതിനുവേണ്ടി താനും പാർട്ടി ഓഫീസുകൾ പെയിന്റ് അടിക്കാൻ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം എന്നുള്ള തീരുമാനമാണ് മമതാ ബാനർജി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ജനം നൽകിയ വിധി കൊള്ളയടിക്കപ്പെട്ടതാണെന്ന പതിവ് രാഷ്ട്രീയ ആരോപണവും മമത ആരോപിച്ചിട്ടുണ്ട്. 293 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് 80 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായത്. സംസ്ഥാന ഭരണം നഷ്ടപ്പെട്ടതിന് പുറമെ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജി ഭവാനിപൂരിൽ പരാജയപ്പെട്ടതും ഇരട്ട പ്രഹരമായി. അതേസമയം മാറ്റിവെച്ച ഫാൾട്ട മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മെയ് 21 നടക്കും. അതിനിടെ അഭിഷേക് ബാനർജി എംപിക്കെതിരെ പോലീസ് കേസെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രകോപനപരവും വിദ്വേഷവും ഉണർത്തുന്നതുമായ പ്രസംഗം നടത്തിയെന്ന് ആരോപിച്ചാണ് കൊൽക്കത്ത സ്വദേശിയുടെ പരാതിയിൽ ബംഗാൾ പോലീസ് കേസെടുത്തത്. ബംഗാളിലെ രാഷ്ട്രീയ പോരിപ്പോൾ തെരുവിൽ നിന്ന് കോടതിയിലേക്കും നീങ്ങിയിരിക്കുകയാണ്. വോട്ടെടുപ്പിന് ശേഷമുണ്ടായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ ഹാജരാകാൻ മമതാ ബാനർജി കഴിഞ്ഞ ദിവസം കൊൽക്കത്ത ഹൈക്കോടതിയിൽ എത്തിയത് കറുത്ത കോട്ടിട്ട അഭിഭാഷക വേഷത്തിലാണ്. ഇതോടെ ഹൈക്കോടതി പരിസരത്ത് ഒരു വിഭാഗം അഭിഭാഷകർ മമതയ്ക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി. MP കല്യാൺ ബാനർജിയും മകനും മമതയ്ക്കൊപ്പമുണ്ടായിരുന്നു. സ്വന്തം അണികൾ തന്നെ നടത്തിയ അക്രമ കേസുകളിൽ വാദിക്കാൻ മമത നേരിട്ടെത്തിയത് നിയമവൃത്തങ്ങളിലും വലിയ ചൂടുപിടിച്ച ചർച്ചയായിട്ടുണ്ട്. ഒരു കാലത്ത് തന്റെ വിശ്വസ്തനായിരുന്ന സുവേന്ദു അധികാരി BJP പാളയത്തിലെത്തി തന്നെ തോൽപ്പിച്ചത് മമതയ്ക്ക് ഇനിയും ദഹിച്ചിട്ടില്ല. പാർട്ടിക്കുള്ളിൽ പുകയുന്ന കലാപം അടിച്ചമർത്താനാണ് ഈ അടിയന്തര യോഗം വിളിച്ചത്. പല പ്രമുഖ നേതാക്കളും BJPയിലേക്കും കോൺഗ്രസിലേക്കും ചേക്കേറാൻ തയ്യാറെടുക്കുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മമതയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പിന് ശേഷം വ്യാപക അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. ഇതേ തുടർന്നാണ് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തത്. ആർജിക്കർ ബലാത്സംഗ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടും 3 IPS ഉദ്യോഗസ്ഥരെ പശ്ചിമ ബംഗാൾ സർക്കാർ സസ്പെൻഡ് ചെയ്തു. വിനീത് ഗോയൽ, അഭിഷേക് ഗുപ്ത, ഇന്ദിര മുഖർജി എന്നിവരാണ് സസ്പെൻഡായ ഉദ്യോഗസ്ഥർ. അർജിക്കർ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ PG വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിന്റെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചാണ് ഇവരെ സസ്പെൻഡ് ചെയ്തതെന്നും മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. കേസ് തെറ്റായി കൈകാര്യം ചെയ്തതിലും ഇരയുടെ മാതാപിതാക്കൾക്ക് കൈക്കൂലിയായി പണം വാഗ്ദാനം ചെയ്തതിലും 2024 നടന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് അനധികൃത പത്രസമ്മേളനം നടത്തിയതിലും 3 ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിലവിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ CBI ആണ് കേസ് അന്വേഷിക്കുന്നത്. ഇതിൽ സർക്കാർ ഇടപെടില്ലെന്നും ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അച്ചടക്ക നടപടികളും വകുപ്പ് തല അന്വേഷണവും ചീഫ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിക്കായിരിക്കും നയിക്കുകയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് പശ്ചിമ ബംഗാൾ സർക്കാർ. സുവേന്ദു അധികാരി അധികാരത്തിലെത്തി ദിവസങ്ങൾക്കുള്ളിലാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. PM ശ്രീ പദ്ധതിയുടെ ഭാഗമാകില്ലെന്നായിരുന്നു മമതാ ബാനർജി സർക്കാരിന്റെ തീരുമാനം. ബംഗാളിന് പുറമെ കേരളവും തമിഴ്നാട് പദ്ധതി നടപ്പിലാക്കിയിരുന്നില്ല. പശ്ചിമ ബംഗാളിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതോടെ പദ്ധതി ഉടനടി നടപ്പിലാകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും പുതിയ സർക്കാരുകൾ അധികാരമേറ്റ സാഹചര്യത്തിൽ
PM ശ്രീ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഊർജിത ശ്രമം തുടരുകയാണ്. പദ്ധതി അംഗീകരിക്കുന്നതിനായി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കത്തയച്ചിരുന്നു. പള്ളിയിലെ ഉച്ചഭാഷിണിയുടെ ശബ്ദം കുറയ്ക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പശ്ചിമ ബംഗാളിലെ അസൻസോളിൽ സംഘർഷം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ജഹാംഗീരി മൊഹല്ല പോലീസ് സ്റ്റേഷന് നേരെ ജനക്കൂട്ടം അക്രമം അഴിച്ചുവിട്ടത്. ജനക്കൂട്ടത്തിന്റെ കല്ലേറിലും തല്ലി തകർക്കലിലും പോലീസ് സ്റ്റേഷനും പരിസരത്തുമുണ്ടായിരുന്ന നിരവധി വാഹനങ്ങൾക്കും കനത്ത നാശനഷ്ടമുണ്ടായി. ലൗഡ് സ്പീക്കറിന്റെ ശബ്ദം കൂടുതലാണെന്ന പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ജഹാംഗീരി മൊഹല്ല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പള്ളി അധികൃതരോട് ശബ്ദം കുറയ്ക്കാൻ ആവശ്യപ്പെട്ടത്. ഇതിൽ പ്രകോപിതരായ പ്രദേശവാസികൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി പ്രതിഷേധിക്കുകയായിരുന്നു. എന്നാൽ നിമിഷങ്ങൾക്കകം ഈ പ്രതിഷേധം അക്രമാസക്തമായി മാറി. ഇഷ്ടികകളും കല്ലുകളുമായി എത്തിയ പ്രകോപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് നേരെ എറിയുകയായിരുന്നു. സ്റ്റേഷന്റെ അകത്തും പുറത്തുമുള്ള വസ്തുവകകൾ തകർത്തു. പെട്രോളിംഗ് വാഹനങ്ങളും ബൈക്കുകളും ഉൾപ്പെടെ തല്ലി തകർത്തു. റോഡരികിൽ കിടന്ന ഓട്ടോറിക്ഷകളുടെയും കാറുകളുടെയും ചില്ലുകളും പൂർണ്ണമായി തകർന്നു. അക്രമം പരിധി വിട്ടതോടെ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി ചാർജ് നടത്തുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. കല്ലേറിലും അക്രമത്തിലും പ്രദേശം മുഴുവൻ അവശിഷ്ടങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഏതായാലും റിസൾട്ട് വന്ന് ഇത്രയും ദിവസമായി പുതിയ മുഖ്യമന്ത്രി അധികാരത്തിലേറിയിട്ടും ബംഗാളിൽ അങ്ങുമിങ്ങും പലതരത്തിലുള്ള അക്രമങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും തോൽവി സമ്മതിക്കാനാകാതെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും അവിടെ അഴിഞ്ഞാട്ടം തുടരുകയാണ്. അതിനൊക്കെ കൃത്യമായി അടിച്ചമർത്താനുള്ള നീക്കങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.